ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ വിന്യസിക്കുന്ന 16 ഇറാൻ കപ്പലുകൾ തകർത്തതായി US. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിക്ഷേപിച്ച മൈനുകൾ ഉടൻ മാറ്റണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകി. നിർദ്ദേശം നടപ്പാക്കിയില്ലെങ്കിൽ കടുത്ത ആഘാതം നേരിടേണ്ടി വരുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ യുദ്ധത്തിൽ കരസേനയെ വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ പരിഗണനയിലെന്നും US സെക്രട്ടറി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പറഞ്ഞതുപോലെ തന്നെ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് അമേരിക്ക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹോർമുസ് കടലിടുക്കിലെ ആ എണ്ണ ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുന്ന ഇറാന്റെ നീക്കങ്ങളെ കൃത്യമായും കൈകാര്യം ചെയ്യുക എന്ന നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് 16ഓളം മൈൻ ലേയിങ് ഷിപ്പ്, അതായത് ഈ കടലിനടിയിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന മൈനുകൾ നിക്ഷേപിക്കുന്ന 16ഓളം കപ്പലുകൾ, ഇറാന്റെ 16ഓളം കപ്പലുകൾ, അത് ചെറുകപ്പലുകളായിരിക്കാം, അത്തരത്തിലുള്ള കപ്പലുകളെല്ലാം തന്നെ നശിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നു. അതുമാത്രമല്ല, നേരത്തെ ഇത്തരത്തിൽ വൻതോതിൽ ഹോർമുസ് കടലിടുക്കിന്റെ പരിസരങ്ങളിലെല്ലാം തന്നെ വിന്യസിച്ചിരിക്കുന്ന, വലിയ തോതിൽ വിന്യസിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന മൈനുകളെല്ലാം എടുത്തു മാറ്റേണ്ടത് ഉടൻ തന്നെ ആ നടപടി സ്വീകരിക്കണമെന്ന ഒരു മുന്നറിയിപ്പും ട്രംപ് നൽകുന്നുണ്ട്. അല്ലാത്ത പക്ഷം കടുത്ത സൈനിക നടപടികൾ നേരിടേണ്ടി വരുമെന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുവെന്നും ട്രംപ് കൃത്യമായി പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ US സെക്രട്ടറി കരോളിൻ ലെവിറ്റിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നത്. അതായത് ഒരു മാധ്യമങ്ങളോട് സംവദിക്കവേ അവർ വ്യക്തമായി പറഞ്ഞത്, ഇറാനിൽ കരസേനയെ, അതായത് കരസേനാ സംവിധാനങ്ങളെ ഇറക്കുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ വിന്യസിക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം ഒരു പക്ഷേ ഉണ്ടായേക്കുമെന്നൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യം ഒന്നും തന്നെ തള്ളിക്കളയാനാവില്ല എന്ന് കൃത്യമായി കരോളിൻ ലെവിറ്റ് പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആക്രമണം അതിശക്തമായി തുടരുകയും അതുപോലെ തന്നെ പല സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ആ ആക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തുടർ സൈനിക നീക്കങ്ങളുടെ ഭാഗമായി കരസേനയെ വിന്യസിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നും അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും ജനകീയ പ്രതിഷേധങ്ങളെ തടയാനുള്ള നീക്കങ്ങളും ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ പോലീസ് മേധാവി അത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചൊതുക്കുമെന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ നൽകുകയും മറുപടികളെല്ലാം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സാഹചര്യത്തിൽ അതിശക്തമായ ആക്രമണം ഉടൻ തന്നെ ഉണ്ടായേക്കും, സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കും. അത് പൂർണ്ണമായും ഇറാന്റെ അവസാന നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാകുമെന്ന സൂചനയാണ് പൊതുവെ പുറത്തു വരുന്നത്. കൃഷ്ണപ്രിയ. ശരി ഐസൺ.